നിനക്ക് പുട്ട് വേണോ ദോശ വേണോ? പറട്ടെ, എനിക്ക് രണ്ടാളോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ പണമില്ലാത്തവനാണ്, വഴക്കാളിയാണ്, നാട്ടുകാരെ കൊണ്ട് അതും ഇതൊക്കെ പറയിപ്പിക്കുന്നവനാണ്, സ്വന്തമായിട്ട് ഇതുവരെ ഒരു മേൽവിലാസം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തവനാണ്. ഒക്കെ സമ്മതിച്ചു. ഇനി ഒരു കാര്യം കൂടെ അറിയണം. ഞാൻ നിങ്ങളുടെ മകനാണോ? ദീപ എന്റെ പെങ്ങളാണോ? എന്റെ പെങ്ങളുടെ വിവാഹ കാര്യം ഞാൻ മറ്റുള്ളവർ പറഞ്ഞറിയണം, അല്ലേ? അത് പ്രഭാകരൻ അങ്ങനെ ഒരു കുതികാൽ വെട്ടും ചാക്കിട്ട് പിടുത്തവും തൊഴിലാക്കിക്കൊണ്ട് നടക്കുന്ന ഒരുത്തനെ കൊണ്ടാണ് എന്റെ പെങ്ങളെ കെട്ടിക്കുന്നത്. എടാ, നീ അധികം ഒന്നും പ്രസംഗിക്കണ്ട. പെങ്ങളെ പറ്റി വികാരം കൊള്ളാൻ മാത്രമായിട്ടൊരു ചേട്ടന്റെ ആവശ്യം ഇവിടെ ഇല്ല. എന്റെ കയ്യിലുള്ളതെല്ലാം എല്ലാവർക്കും ഭാഗം വെച്ച് തന്നു. നിനക്ക് കിട്ടി, നീ കൊണ്ടുപോയി നശിപ്പിച്ചു. എടാ, ഞാൻ പെൻഷൻ പറ്റിയപ്പോ കിട്ടിയ തുക കൊണ്ടാണ് നിന്റെ ചേച്ചിയുടെ കല്യാണത്തിന്റെ കടം ഞാൻ വീടിയത്. നീ ഏതോ വീടിന്റെ മതിൽ പൊളിച്ചൊന്നും പറഞ്ഞ് ആൾക്കാരിവിടെ വന്ന് എന്നെ തെറി പറഞ്ഞു. അപ്പോ ബാക്കി ഉണ്ടായിരുന്ന പണം ഞാൻ അവർക്കും കൊടുത്തു. നീ പറയുന്നൊക്കെ ഞാൻ അനുസരിക്കാം. പെങ്ങളെ കെട്ടിക്കാനുള്ള പണം നീ കൊണ്ടുവന്ന് താ. അച്ഛാ, പണത്തേക്കാൾ വലുതായിട്ടൊന്നുമില്ലെന്ന് എന്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. രാധാകൃഷ്ണനും പ്രഭാകരനും പണമുണ്ട്. ഞാൻ അവര് പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ എന്റെ മകളെ പറഞ്ഞു വിടാൻ സാധ്യമല്ല. അതാ അവർ ഊട്ടിയിലെ മക്കള് പഠിക്കുന്നിടത്ത് നിന്ന് വരികയാണ്. നിനക്കറിയാമോ നിന്റെ അമ്മ ഇവിടുത്തെ ഒരു വേലക്കാരിയാണെന്ന്? എടാ, അവർ ബാംബെ പോകുന്നു, സിംഗപ്പൂർ പോകുന്നു, അമേരിക്കയിൽ പോകുന്നു. അവര് അവരുടേതായ ഒരു ലോകം സൃഷ്ടിച്ചു കഴിഞ്ഞു. എടാ, പണമില്ലാത്തവൻ ആദർശങ്ങൾ പറയരുത്. വേണമെങ്കിൽ കഴിക്കേ. ഞാൻ സിപിക്ക് എന്റെ വിഷമം മനസ്സിലാകുമല്ലോ? ഇല്ലടോ, എനിക്കൊന്നും മനസ്സിലാവില്ല. സൊസൈറ്റിയെ ഭരിക്കുന്നത് പണമാണ്. തന്നെ പോലുള്ള ഏഴാം കൂലികള് പ്രേമിക്കാൻ ഇറങ്ങരുത്. സിപി എന്ത് സി പി? ധൈര്യം ഉണ്ടെങ്കിൽ നീ അവളെ വിളിച്ചിറക്കിക്കൊണ്ട് വാ, ഞാൻ കൂടെ അയക്കാം. എന്നിട്ട് നാട് വിട്ടോ. ഞാൻ സത്യമായിട്ടും അത് ആലോചിക്കാതിരുന്നില്ല. പക്ഷേ നാട് വിട്ടാൽ ഒരു ജോലിയില്ലാതെ എങ്ങനെയാ ജീവിക്കുക? അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. എന്നെ പോലെയോ നിന്നെ പോലെയോ ഉള്ള ആളുകൾക്ക് പറ്റിയ പണിയല്ല ഇതൊന്നും. ശരിക്ക് പറഞ്ഞാൽ എനിക്ക് നിന്നോട് വെറുപ്പാണ്. ആ പെണ്ണിന്റെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നീ അവളോട് അടുത്തത്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഗോപി, നീ വിചാരിക്കുന്നതനുസരിച്ചല്ല ലോകകാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു സാധ്യതയുമില്ലെങ്കിൽ മറന്നേക്കുക, അത്ര തന്നെ. എന്താമ്മേ? ഞാൻ പോവുക സിപി. എവിടേക്കാ? SI സെലക്ഷന്റെ ഇന്റർവ്യൂ കാർഡ് വന്നിട്ടുണ്ട്. കിട്ടിയില്ലെങ്കിലും ഇനി ഞാൻ ഈ നാട്ടിലേക്ക് വരില്ല. സിപിയെ ഞാൻ എന്നും ഓർക്കും. ദാ അവിടെ നോക്ക്. ഓ, ആ പിക്കേസ് എടുക്ക്. അവിടെ നടുക്ക്. ദാ ഇവിടെ കുഴിക്ക്. ഇവിടെയാ? ആ, അവിടെ കുഴിക്കരുത്, റോഡ് ബ്ലോക്ക് ആവും. ബോളർ ഇട്ട് എന്റെ കണക്കെടുക്കാനാണ്. അത് സൈഡിൽ നോക്കിയാൽ മതി. പോരാ, മതി. ആ നിങ്ങൾ കുഴിക്ക്. കുഴിക്കരുത്, എന്റെ റോഡ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഇവിടെ ചെക്ക് ചെയ്യണം, മെഷർ ചെയ്യണോ എന്നുള്ളത് ഞങ്ങളാ തീരുമാനിക്കണം. ഒരു വലിയ കുഴി കുഴിച്ച് എന്നെ കൂടെ അതിനകത്തിട്ട് മൂട്. അത് പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. എങ്കിൽ എന്നെ ഈ നാട് നന്നായി പോയനെ.
നിർത്ത്. ഇവിടെങ്ങും ബോളർ ഇട്ടത് കാണാനേ ഇല്ല സാർ. റോഡിന്റെ മധ്യത്തിലെങ്കിലും ബോളർ ഇട്ടിട്ടില്ലെന്ന്. സാർ സൂക്ഷിച്ച് നോക്കണം സാർ, കാണും. ഇല്ല. അയ്യോ, ഞാൻ ഇട്ടതാണ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചിലപ്പോ താണു പോയി കാണും. അങ്ങനെ സംഭവിച്ചു കൂടുന്നില്ലല്ലോ, അല്ലേ? അതെ. അതാണ്. ഇറ്റ്സ് എ ഷെയിം. പണി നടക്കുമ്പോൾ നിങ്ങൾ പരിശോധിച്ചില്ലേ? ഇതുപോലെയാണ് മുനിസിപ്പാലിറ്റിയുടെ സകല പണി. എന്തൊരു ഗതികേടാണ്. ചാറ്റമഴ പെയ്താൽ തോടായി മാറുന്ന റോഡുകളാണെന്നും. ഈ ദ്രോഹം ഒരിക്കലും സമ്മതിക്കാൻ ഒക്കില്ല. ഈ കോൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സകല പണി നിർത്തണം. അയ്യോ അയ്യോ, അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയി സ്റ്റോപ്പ് ചെയ്യണം, അത്ര തന്നെ. അയ്യോ മാഡം, അങ്ങനെ പറഞ്ഞാൽ എന്റെ തൊഴിലാളികൾ, എന്റെ ചെക്ക്, എന്റെ ബില്ല് ഞാൻ സമ്മതിക്കില്ല. ഐ എം സോറി. ഇനിയും നിങ്ങളുടെ തോന്നിയാൽ അനുവദിക്കാനാവില്ല. അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. വഴിയിൽ പള്ളി ഉണ്ടെങ്കിൽ നിർത്തി പറഞ്ഞേക്കാം. എന്റെ അഹങ്കാരം ദേ, കുറച്ച് അനാവശ്യം പറയരുത്. CP മഹാ തൊട്ടയാണ്. CPയുടെ കഞ്ഞി പാറ്റയിട്ടാ ഞാൻ എല്ലാത്തിനും തട്ടും. നിങ്ങൾ CP അല്ല CI ആയാലും എനിക്കൊന്നുമില്ല. മാഡം ജീപ്പി കയറി വെറുതെ സംസാരിച്ച് വഷളാക്കണ്ട. കളിയാ, എന്നാലും അളിയനും മച്ചമ്പിയൊക്കെ വീട്ടില്. എന്നാ വണ്ടി ഒന്ന് മാറ്. വണ്ടി കിടക്കറ. അണ്ണാ, അത് കിടക്കണം, എന്നാ എന്റെ നെഞ്ചത്തോടെ വണ്ടി കയറ്റിക്കൊണ്ട് പോയാൽ മതി. കൊല്ലണ്ടേ, കൊല്ലടാ, കൊല്ലേ, കൊല്ലേ. വണ്ടി അവര് റിവേഴ്സ് എടുത്ത് പോയി. വണ്ടി ആ വഴി. കുമാര, ഞാനിനി എന്ത് ചെയ്യും? രാഘവൻ ചേട്ടനില്ലേ? ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. റോഡിൽ കണ്ടില്ലേ? ഇല്ല. കമ്മീഷണർ ഉണ്ടോ? രാധ, ഇതാ കോൺട്രാക്ടർ വന്നിരിക്കുന്നു. വല്ലതും പറയാനുണ്ടെങ്കിൽ അത് ഓഫീസിൽ വെച്ചാകാം. ഒഫീഷ്യലായിട്ട് ഒരു കാര്യവും എനിക്ക് നിങ്ങളോട് സംസാരിക്കാനില്ല. ഒന്ന് രണ്ട് സത്യങ്ങൾ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ രാഘവേട്ടനെ കാണാൻ ഇറങ്ങിയതാണ്. അദ്ദേഹം വലിയൊരു മനുഷ്യനാണ്. എന്റെ തൊഴിലാളികൾ പലതവണ പട്ടിണി കിടന്നപ്പോഴും അദ്ദേഹം പണം തന്നെ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഈ മുനിസിപ്പാലിറ്റിയെ നന്നാക്കുന്ന പണി ഞാൻ നിർത്തി. ഈ സമൂഹത്തിൽ മാന്യത നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ CP എങ്ങനെയെങ്കിലും ജീവിച്ചോളൂ. ഒരു കാര്യം ഞാൻ പറയാം. വ്യക്തിപരമായ ഒരു കാരണവും നിങ്ങൾക്കെതിരെ എടുത്ത തീരുമാനങ്ങളെ സ്വാധീനിച്ചിട്ടില്ല. ഇവിടെ ഏത് കോൺട്രാക്ടർമാരാണ് മാന്യന്മാര്? അത് എന്റെ സബ്ജക്റ്റ് അല്ല. ആ. പരിശോധന നടത്താൻ എഞ്ചിനീയറും ഓവർസിയറും ഉണ്ട്. മുനിസിപ്പാലിറ്റിയിലെ ഇലക്ട്രിക് ബോഡി ഉണ്ട്. അക്കൗണ്ട്സിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. എന്തിന്? ഒരു ക്ലറിക്കൽ സ്റ്റാഫ് വിചാരിച്ചാൽ പോലും നിങ്ങളുടെ കണക്കുകളുടെ പരിശോധന നീട്ടാം. കഴിഞ്ഞോ? ആ ബ്യൂറോക്രസിയാണ് നമ്മുടെ ശാപം. അതൊക്കെ പോട്ടെ. ഞാൻ ചിലപ്പോ ഈ നാട്ടിൽ നിന്ന് തന്നെ പോയെന്ന് വരും. പക്ഷെ രാഘവേട്ടന്റെ മുമ്പിൽ ഞാൻ ഒരിക്കലും കള്ളനാവില്ല. ഇത് ഞാൻ തന്നതാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ അങ്ങേർക്ക് കൊടുക്കാനുള്ളതാണ്. വരട്ടെ, എന്തെങ്കിലും കാണാം.